Hi! Today's video is going to be in Malayalam, so all my non-Malayali friends, please keep the captions on. Hi, hello, namaskaram. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ഫ്രൈ ആണ്, നാടൻ സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ തീർന്നു പോയി, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയും തക്കാളി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൈഡ് ഡിഷാണിത്. ഇതൊരു ചട്നി രൂപത്തിലോ പിക്കിൾ രൂപത്തിലോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് സൈഡ് ഡിഷോ അല്ലെങ്കിൽ ദോശയുടെ സൈഡ് ഡിഷോ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഒന്ന് പറയാം. ഇവിടെ തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ച് പ്യൂറി ആക്കി വെച്ചിട്ടുണ്ട്. കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉഴുന്നും പരിപ്പ്, കടുക്, ഉലുവ പൊടിച്ചത്, കറിവേപ്പില, ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഇവിടെ വെല്ലം അല്ലെങ്കിൽ ശർക്കര. ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ അച്ചാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അങ്ങനെയായാലും മതി. ഇത് കൂടാതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഫിഷ് ഉണ്ടാക്കാൻ ഇരുമ്പ് ചീഞ്ചട്ടി ആയിരിക്കും ബെസ്റ്റ്. എന്തായാലും നമ്മൾ റോസ്റ്റ് അല്ലേ ചെയ്യുന്നത്, അപ്പം അതിന് അല്ലെങ്കിൽ വരട്ടിയതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പ് ചീഞ്ചട്ടി ഉപയോഗിക്കായിരിക്കും നല്ലത്. നിങ്ങളുടെ അടുത്ത് ഇരുമ്പ് ചീഞ്ചട്ടി ഇല്ല എന്ന് വെച്ചാൽ നോർമൽ കടായി ഉപയോഗിച്ച് അല്ലെങ്കിൽ ചീഞ്ചട്ടി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. നിങ്ങൾ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യാം. അത് ചൂടാവുമ്പോൾ ആദ്യം നമുക്ക് കടുക് ആഡ് ചെയ്യാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉഴുന്നും പരിപ്പും ആഡ് ചെയ്യാം. ഉഴുന്നും പരിപ്പൊന്ന് ചുവന്ന് കിട്ടണം. ഉഴുന്നും പരിപ്പ് ചുവന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അതൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആവും. അടുത്തത് ചെറിയ ഉള്ളി. ഉള്ളി നല്ലോണം സോട്ടേ ചെയ്തു, നല്ലോണം വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കായം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് ആഡ് ചെയ്യാം. ഇനി ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയുടെ പ്യൂറി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവ പൊടിച്ചതും ചേർക്കുക. ഇനി ഈ തക്കാളി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനെ കുറുക്കി ഡ്രൈ ആയിട്ട് എടുക്കണം. അതിന് കുറച്ച് സമയം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് കുറുക്കി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വെള്ളം പാതി ഭാഗം വറ്റിക്കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ വറ്റണം, എന്നാലേ ഇതൊന്നും കുറച്ച് കുറുകി ഡ്രൈ ആവും. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഡ്രൈ ആയി എണ്ണ പുറത്തേക്ക് വന്നു. ഈ സ്റ്റേജിൽ നമുക്ക് ശർക്കര അല്ലെങ്കിൽ വെല്ലം ചേർക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട്
ഒന്നും കൂടി ഡ്രൈ ആവുന്നവരെ വരട്ടിയെടുക്കണം. തക്കാളി നല്ലപോലെ വരട്ടി എണ്ണ പുറത്ത് വന്നു, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളി നാടൻ ഫ്രൈ റെഡിയായി. ഇപ്പം തക്കാളി ഫ്രൈ നാടൻ സ്റ്റൈൽ റെഡിയായി. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ചട്നിയായിട്ടോ പിക്കിളായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് ഇതൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മെയിൻ ഡിഷ് ഉണ്ടാക്കി ഇത് സൈഡായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.